ഇപ്പോൾ എല്ലാ ഡിമാറ്റ് അക്കൗണ്ടുകളിലും നിർബന്ധമായിട്ട് നോമിനി ഡീറ്റെയിൽസ് ആഡ് ചെയ്യണമെന്ന് സെബി ഒരു നിബന്ധന നിർദ്ദേശം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ മാർച്ച് 31 വരെ ആയിരുന്നു അതിൻ്റെ കാലാവധി. ഇപ്പോൾ അത് 2-3 മാസത്തേക്ക് കൂടെ അത് നീട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു പേടിഎമ്മിൻ്റെ ഡിമാറ്റ് അക്കൗണ്ടാണ് ഉള്ളതെങ്കിൽ നമ്മുടെ പേടിഎം മണിയുടെ മൊബൈൽ ആപ്ലിക്കേഷനകത്ത് എങ്ങനെയാണ് നോമിനി ഡീറ്റെയിൽസ് ആഡ് ചെയ്യുന്നത് എന്നാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള പേടിഎം ഡിമാറ്റ് അക്കൗണ്ടിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷനായ പേടിഎം മണി ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇത്തരത്തിലാണ് ഇൻ്റർഫേസ് വരുന്നത്. ഇവിടെ നമ്മുടെ സ്റ്റോക്ക് നമ്മുടെ പോർട്ട്ഫോളിയോ കാണാം. നമ്മൾ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റോക്കുകൾ വാങ്ങുന്ന സൈറ്റിലേക്ക് എത്തും. അല്ലെങ്കിൽ നമുക്ക് ആ ഇൻ്റർഫേസ് കാണാം. ഇവിടെ ഏറ്റവും താഴെ വലത് സൈഡ് നമ്മുടെ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണാം. അപ്പോൾ നമ്മൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഏറ്റവും മുകളിൽ നമ്മുടെ പേര് കാണും. അപ്പോൾ അവിടെ തന്നെ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് റെഡി എന്ന് പറഞ്ഞാൽ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ തന്നെ ഒരു നോട്ടിഫിക്കേഷൻ വരും. ആഡ് നോമിനി എന്ന് പറഞ്ഞിട്ട് നോമിനി ഡീറ്റെയിൽസ് ആഡ് ചെയ്തിട്ടില്ല എങ്കിൽ നമുക്കവിടെ ആ പ്ലസ് ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിതുപോലെ വരും. അവിടെ നമ്മുടെ ആരുടെ പേരാണോ ചേർക്കേണ്ടത്, അപ്പോൾ നിങ്ങളുടെ ഭാര്യയുടെ പേരോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ പേരോ അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെ ആണെങ്കിൽ അവിടെ അവരുടെ പേര്, റിലേഷൻഷിപ്പ്, ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങളെല്ലാം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഏറ്റവും താഴെ % ഓഫ് ഷെയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് ഒരാളെ മാത്രമാണ് നോമിനി ആഡ് ചെയ്യുന്നതെങ്കിൽ 100% വെച്ച് കൊടുക്കുക. അല്ല എങ്കിൽ നമുക്ക് താഴെ ആഡ് അനദർ കൊടുത്തിട്ട് നമുക്ക് വേറെ ആളെ ചെയ്യാം. അതിനുശേഷം നമ്മൾ സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ വരും. നമ്മളവിടെ സബ്മിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഫോണിലേക്ക് ഒരു OTP വരും. ഒരു മെസ്സേജായിട്ട് വരും. ആ മെസ്സേജിൽ ഒരു OTP ഉണ്ടാവും. അത് നമ്മളെടുത്ത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആ OTP ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് നമ്മൾ സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ തന്നെ നമുക്ക് കാണാം നമ്മൾ ആഡ് ചെയ്ത ആ നോമിനിയുടെ പേര്, ഡീറ്റെയിൽസ് എല്ലാം കാണാം. നോമിനി ഡീറ്റെയിൽസ് മോഡിഫിക്കേഷൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞ് ജസ്റ്റ് കാണിക്കും. അത് ഓട്ടോമാറ്റിക്കായിട്ട് നോമിനി ആഡ് ആയിക്കോളും.